അപ്പൊ നേരെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്നലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ്. അതിൽ ഏറ്റവും സുപ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ കണ്ടെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. കസ്റ്റഡി കാലാവധി ഇന്ന് തീരുന്ന മുറക്ക് കോടതിയിൽ ഹാജരാക്കണം. പക്ഷേ വേറെ കാര്യമുണ്ട്, അന്വേഷണ സംഘത്തിന് ഇനി കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല. കാരണം ഒന്നും മിണ്ടാതെ ചിരിച്ചിരിക്കുന്ന ഒരർത്ഥത്തിലും അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല. ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരർത്ഥത്തിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കോപ്പറേഷൻ ഇല്ല. അപ്പോ ഇനി ഒരു പടി മുന്നോട്ട് നീങ്ങാൻ SITക്ക് പ്രയാസമുണ്ട്. അപ്പൊ SITയുടെ നീക്കം നിർണായകം. തീർച്ചയായിട്ടും അതെന്തായിരിക്കും സഫാനോട് തന്നെ ചോദിക്കാം. സഫാൻ VP തുടരുന്നുണ്ട്. സഫാൻ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ SIT ആണെങ്കിൽ ഇനി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല, കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല. കാരണം ഒരു സഹകരണവും ഇല്ല. ഈ കാര്യം കൂടി ഇന്ന് കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കേസിൽ എന്ത് തുടർ നടപടികളായിരിക്കും ഉണ്ടാവുക? അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്തായിരിക്കും? ചിലപ്പോഴൊക്കെ നമ്മൾക്ക് തോന്നാറില്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലോ, വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, വേണ്ടിയിരുന്നില്ല, മോശമായിപ്പോയി, അല്ലെങ്കിൽ അബദ്ധമായിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? അതേ സിറ്റുവേഷൻ. ഇതൊക്കെ നമ്മൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു വേണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ ഈ പറയുന്ന SITയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു, കസ്റ്റഡി വേണ്ടായിരുന്നു, റിമാൻഡ് വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് എന്നുള്ളതാണ്. എന്താ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. എന്നിട്ട് തിങ്കളാഴ്ച കോടതി ചേർന്നപ്പോൾ കോടതിയിൽ പോയിട്ട് ഒരാഴ്ചത്തെ കസ്റ്റഡി വേണമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു പറ്റില്ല, 3 ദിവസം എന്ന് പറഞ്ഞു. ആ 3 ദിവസത്തെ കസ്റ്റഡി ഇന്ന് അവസാനിക്കുക. ഇതിനിടയിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് രാഹുലിനെതിരായിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാഹുലിനെതിരായിട്ട് ഒരു ചുക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുല് ചുമ്മാ എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, രാഹുൽ വളരെ ഹാപ്പിയാണ്, അയാൾ ചിരിച്ചും കളിച്ചും, അയാൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും അയാളുടെ മുഖത്തില്ല, അയാൾ അങ്ങനെ ഒരു ഫീൽ അയാൾക്കില്ല, അയാൾക്ക് യാതൊരു ദുഃഖമോ സങ്കടമോ ഇല്ല, അയാൾ വളരെ കൂളായി കാമായി ഹാപ്പിയായി ചിരിച്ച് പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഈ അറസ്റ്റിന് ശേഷം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം രാഹുൽ പറഞ്ഞത് തന്നെയാണ്. കാരണം രാഹുൽ പറയുന്നുണ്ട്, പല ആവർത്തി രാഹുൽ പറയുന്നുണ്ട്, ഈ ആരോപണങ്ങൾ തുടങ്ങിയത് ഓഗസ്റ്റ് 20-നാണല്ലോ. 2025 ഓഗസ്റ്റ് 20-ന് ഈ ആരോപണങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ട് താനൊന്നും ചെയ്തിട്ടില്ല എന്ന്, അല്ലേ? അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് രാഹുലിന് വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ഇന്ന് കസ്റ്റഡി ഈ കഴിഞ്ഞ ദിവസം 3 ദിവസത്തേക്ക് കസ്റ്റഡി കൊടുത്തു. ആ 3 ദിവസത്തെ കസ്റ്റഡി ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്നിവിടെ ആ കസ്റ്റഡി അവസാനിക്കുമ്പോൾ പോലീസിനെ SIT അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളാണ് അവരുടെ മുന്നിലുള്ളത്. നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം വാർത്താ മാധ്യമങ്ങളിൽ ഈ കേസിന്റെ യാഥാർത്ഥ്യം അവർ പുറത്തുവിടുന്നില്ല. അവർ പരാതിക്കാരി പറഞ്ഞ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, രാഹുലിന്റെ ഭാഗം അവർ പറയുന്നില്ല. ഈ കേസിൽ ഈ 3 ദിവസത്തെ കസ്റ്റഡി അവസാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ കേസിന്റെ 3 ദിവസത്തെ കസ്റ്റഡി കൊണ്ട് കോടതിക്ക് മുന്നിൽ യാതൊരുവിധ മെറ്റീരിയൽ എവിഡൻസുകളുമായി ചെല്ലാനുള്ള ഒന്നും തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന ഫോണ് പിടിച്ചെടുക്കാനൊന്നും ഇല്ലാന്നേ. 2 ഫോണ് അയാൾ ഉപയോഗിക്കുന്ന 2 ഫോൺ അത് അയാളുടെ കൈകളിൽ ഉണ്ടായ ഫോണാണ്. ആ ഫോണ് സ്വാഭാവികമായിട്ടും അയാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ, അതും അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അയാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അയാളെ കയ്യിൽ ആ 2 ഫോണും ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല. പിന്നെ പോലീസ് നടത്തിയ അടുത്ത ഒരു നീക്കം എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടായിരുന്നു. രാഹുലിനോട് ലാപ്ടോപ്പ് എവിടെ എന്നാണ് ആദ്യം തന്നെ ചോദിച്ചത്. അതല്ലാതെ ലാപ്ടോപ്പ് ഉണ്ടോ എന്നല്ല ചോദിച്ചത്. താങ്കൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്. താങ്കൾക്ക് ലാപ്ടോപ്പ് ഉണ്ടോ എന്നല്ല ചോദിച്ചത്. മറിച്ചത് ലാപ്ടോപ്പ് എവിടെ എന്നാ ചോദിച്ചത്. രാഹുൽ പറഞ്ഞു, ഏത് ലാപ്ടോപ്പ്? തനിക്ക് അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവണ്ടേ? ഉള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ എനിക്ക് പറയാം എവിടെയാണുള്ളത് എന്ന്. ഇല്ലാത്ത ലാപ്ടോപ്പിനെ കുറിച്ച് താനെന്ത് പറയാനാ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ ആ ലാപ്ടോപ്പും തേടിക്കൊണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരിലെ വീട്ടിൽ
അടൂരിൽ രാഹുലിന്റെ അമ്മ മാത്രമാണുള്ളത്, അമ്മയും സഹോദരിയും മാത്രം, ആ 2 സ്ത്രീകളുള്ള വീട്ടിൽ കയറിയിട്ട് അവിടെ ഒരു നാടകം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ നാടകം കളിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നാളെ ചിലപ്പോ AKG സെന്ററിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് ഇത് രാഹുലിന്റെ ലാപ്ടോപ്പാണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഒരു തെളിവുകളും ഒരു മെറ്റീരിയൽ എവിഡൻസുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പലരും പലതും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഇൻഫർമേഷനുകളൊന്നും അവർ സ്വീകരിക്കാൻ സന്നദ്ധരല്ല. അതാണ് ഇപ്പൊ ഫെന്നി നൈനാൻ, രാഹുലിന്റെ സുഹൃത്തായിട്ടുള്ള അടൂരിൽ നിന്നുള്ള ഫെന്നി നൈനാന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ഫെന്നി നൈനാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പരാതികളെ കുറിച്ച് 1, 2, 3 പരാതികളെ കുറിച്ച് പല കാര്യങ്ങളും ഫെന്നി നൈനാൻ മാധ്യമങ്ങളോടും പോലീസിനോടും പറഞ്ഞിട്ടും അതൊന്നും ആർക്കും എവിടെയും വാർത്തയാക്കുന്നില്ല എന്നുള്ളതാണ് ഫെന്നി നൈനാൻ പറയുന്നത്. കാരണം എന്താ, അത്തരത്തിലുള്ള ഇൻഫർമേഷനുകളൊക്കെ രാഹുലിന് അനുകൂലമാകുന്ന ഇൻഫർമേഷനുകളാ, അതൊന്നും എവിടെയും വാർത്തയില്ല. വാർത്തകൾ പരാതിയിൽ പറയുന്നത് മാത്രം. ഇപ്പൊ 2ാമത്തെ പരാതിയിൽ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. 2ാമത്തെ പരാതിയിൽ ഈ പറയുന്ന പരാതിക്കാരിയെ രാഹുൽ ഉള്ള റൂമിലേക്ക് കൊണ്ടുവന്ന് വിട്ടത് ഈ ഫെന്നി നൈനാണെന്നാ പറഞ്ഞത്. ആ കേസിൽ ഫെന്നി നൈനാനെ പോലീസ് വിളിച്ച് അന്വേഷിച്ചു, ചോദ്യം ചെയ്തു, എന്നിട്ട് ഫെന്നി നൈനാനെ വിട്ടയച്ചു. എന്താ വിട്ടേക്കാണ്ടായ കാരണം? അപ്പൊ അതിനെക്കുറിച്ച് വേറെ സംസാരിക്കാനുണ്ട്. ഇപ്പോ ഇന്നിവിടെ രാഹുലിന്റെ ഈ പറയുന്ന കസ്റ്റഡി അവസാനിക്കുമ്പോ ഈ അന്വേഷണ സംഘം, നമ്മൾ സാധാരണ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ, ഇക്ഷ ഇമ്മ വരപ്പിക്കുമെന്ന്, അതിൽ ആ ഒരു സിറ്റുവേഷനിലാണ്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ അന്വേഷണ സംഘം ഉള്ളത്. രാഹുല് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ സഹകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുല് സഹകരിക്കുന്നില്ല, രാഹുൽ ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു തരുന്നില്ല എന്നുള്ളതാണ് ഒരു വാദം. അതിന് രാഹുൽ പറയുന്നത്, എൻ്റെ ഫോണിൽ എനിക്ക് വേണ്ട തെളിവുകളുണ്ട്, ആ തെളിവുകൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കഴിയില്ല, അങ്ങനെ പാസ്വേഡ് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് രാഹുൽ പറയുന്നു. മനസ്സിലായില്ലേ? ഈ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ രാഹുലിന്റെ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ഒരു ഭാഗത്ത് നടത്തുന്നു, അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ പോകുന്നു. അതെങ്ങനെ എന്നുള്ള ചോദ്യവും മറുചോദ്യവും വരികയാണ്. അപ്പോ രാഹുല് ചുരുക്കി പറഞ്ഞാല് ഈ അറസ്റ്റിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. കസ്റ്റഡി വേണ്ട, അറസ്റ്റ് വേണ്ടായിരുന്നു, ആരോ പറഞ്ഞത് കേട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ തുള്ളി പുറപ്പെട്ടവരാണ് ഈ അന്വേഷണ സംഘം. ഇപ്പോ ആ അറസ്റ്റ് വേണ്ടായിരുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അന്വേഷണ സംഘം പോലും എത്തി നിൽക്കുക. അപ്പൊ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാ, അറസ്റ്റ് ചെയ്യണം, രാഹുലിനെ അറസ്റ്റ് ചെയ്യണം, മുകളിൽ നിന്നുള്ള ഓർഡറാ. കാരണം എന്താ? കാരണം അയ്യന്റെ പൊന്നുകട്ട കേസിൽ ഞങ്ങളെ സഖാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സഖാക്കള് പിന്നാലെ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ജയിൽ കവാടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്യണം. അതിനിപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു വാശിക്ക്, ഒരു പകയുടെ പുറത്ത്, ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് നടത്തിയ അറസ്റ്റാണ്. എക്സാക്ട്ലി പൊളിറ്റിക്കൽ അജണ്ടകൾ തന്നെയാണ് രാഹുലിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. അതിനപ്പുറത്തേക്ക് പരാതിയുടെ മെറിറ്റോ, പരാതിക്കാരിയുടെ മെറിറ്റോ, അല്ലെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലെ മെറിറ്റോ ഒന്നും നോക്കിയിട്ടല്ല. എക്സാക്ട്ലി അത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം തന്നെ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. ആ തോന്നാനുള്ള 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഈ അറസ്റ്റ് ഇല്ലീഗലാണ്, ആൻഡ് ആ അറസ്റ്റ് കൊണ്ട് രാഹുലിനെ പൂട്ടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അറസ്റ്റിന് മുൻപുള്ള രാഹുലും അറസ്റ്റിന് ശേഷമുള്ള രാഹുലും എന്ന് നമ്മളിങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അറസ്റ്റിന് ശേഷമുള്ള രാഹുൽ കരുത്താർജിച്ച് ശക്തനായി മാറിയിരിക്കുന്ന ഒരു ഘട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതിപ്പോൾ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയാൽ മതി എന്നുള്ള ഒരവസ്ഥയിലാണ്. കസ്റ്റഡിയിൽ ഈ കൊണ്ടു നടന്ന് ചെലവ് കൊടുത്ത് ഫുഡ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ പണിയെടുക്കാൻ വയ്യ.
എങ്ങനെയെങ്കിലും കേസ് ഇല്ല, ഇനി ഒന്നുമില്ല, ആളെ നമ്മുടെ തലയിൽ നിന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി നിൽക്കുക. വല്ലാത്തൊരു ദുരവസ്ഥ. നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേട് ഇനി മറ്റെന്താണുള്ളത്? അയ്യയ്യോ നാണക്കേട്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അയ്യയ്യോ നാണക്കേട്. ഇത് തന്നെയാ വല്ലാത്തൊരു നാണക്കേട്. കാരണം ഒരു ആവേശത്തിന് എടുത്ത് ചാടി അങ്ങ് അറസ്റ്റ് ചെയ്തതാ. ആരോ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി ഇത്ര സമയത്ത് പരാതി വന്നിട്ടുണ്ട്, നടപടിക്രമങ്ങളൊക്കെ റെഡിയായി എന്ന് എഴുതി വെച്ചോ, രാത്രിക്ക് രാത്രി പാലക്കാട് പോയി രാഹുൽ താമസിക്കുന്ന സ്ഥലത്ത് പോയി രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. ആ നിർദ്ദേശവും കേട്ട് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ പോയി പാലക്കാട് ചെന്നു, താമസിക്കുന്ന സ്ഥലത്ത് പോയി അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു. കൂടെ എന്തുകൂടി ചെയ്തു? രാഹുലിന്റെ ഫോൺ അപ്പോൾ അയാളുടെ കയ്യിലുണ്ടാവും സ്വാഭാവികമായിട്ടും. ഇപ്പം നമ്മുടെ പഴയ പോലെ ഒന്നുമല്ലല്ലോ, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇവൻ ബാത്റൂമിൽ പോലും നമ്മൾ ഫോൺ കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ ഫോണ് അയാളുടെ കയ്യിലുണ്ട്, അത് കയ്യിൽ നിന്ന് വാങ്ങി. അതിനപ്പുറത്തേക്ക് ആ ഫോണിൽ എന്താണുള്ളത് എന്നോ ഇനി വേറെ വല്ലതും ഉണ്ടോന്നോ എന്താണെന്നോ ഒരു പിടുത്തവും ഇല്ല. ആകെ വള്ളിച്ചുറ്റി ഈ പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പം ഇനി രാഹുലിനെ ഒന്ന് ഒഴിവാക്കിയാൽ മതി, തലയിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി, ഇനിയും വയ്യ ഈ വയ്യാവേലിയെ കൊണ്ട് നടക്കാൻ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്.